ഇത് വെക്കണോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്നേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിത്യശേഷം പ്രമോദേട്ടയും നിങ്ങൾ ഇവരുടെ നൈബേഴ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുബായിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത മോഡൽസിനൊക്കെ അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണ ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. കാരണം എന്നെ FB ഇൻസ്റ്റ ത്രൂ അവർ കോണ്ടാക്ട് ചെയ്യുകയും ഇത് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്കും ഒരു തവണ ഫസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് വി ട്രൈഡ് ഒരു മേക്കപ്പ് ആൻഡ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിലല്ലോ, ലൈക്ക് ഭയങ്കര മൈന്യൂട്ടായിട്ട് മേ ബി കണ്ണെഴുതി ഐബ്രോ ഒന്ന് ചെയ്തു, ലിപ് ഷെയ്ഡ് ഇട്ടു, ജസ്റ്റ് ഹെയർ ഒന്ന് എന്തോ ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഐ ജസ്റ്റ് ലവ്ഡ് ഇട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ടിൽ നൗ. ഇപ്പോൾ പ്രമോദേട്ടൻ പറഞ്ഞ പോലെ ഇവരായിട്ടൊന്നും എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ല. അപ്പോൾ ഞാനെപ്പോൾ എനിക്ക് ആവശ്യം ഉള്ളപ്പോഴും ദേ ഹാവ് കം ഓടി വന്നിട്ട് എനിക്ക് എന്നെ റെഡിയാക്കി തരാറുണ്ട്. സോ എന്താ പറയുക, അപ്പോൾ എനിക്ക് എൻ്റെ പരിപൂർണ സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരിക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരുടെ ഒരു പ്രഷ്യസ് മൊമെന്റിൽ ഇത്രയും കാലമായിട്ട് മൈൻഡിൽ കൊണ്ടു നടന്ന് ഇന്നിപ്പോൾ അത് നടക്കുകയാണ്. ഇറ്റ്സ് ഹാപ്പനിങ് ടുഡേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എനിക്ക് ഉണ്ടാവണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഐ എം ഹിയർ ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക്. കാരണം ഇവരെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഇവൻ ഇഫ് ഇറ്റ് ഇസ് മേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറി ഓഫ് പ്രമോദ് ആൻഡ് നിത്യ ആണ്. അപ്പോൾ എവ്രിതിങ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരെ സ്റ്റെപ്പ് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ അത് കുഴപ്പമില്ല, അത് ആരും അറിയില്ല, അതങ്ങനെ വിട്ടോട്ടെ എന്ന് ചിന്തിക്കുന്ന പോലും അതുപോലെ അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഇല്ല അങ്ങനെ പറ്റില്ല, അതും ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. സോ അത്രയും ക്വാളിറ്റിയിലും അത്രയും പ്രസന്റ് ചെയ്യുന്നത് ആരാണോ ഇവിടുന്ന് വാങ്ങുന്നത് കസ്റ്റമേഴ്സിന് അത്രയും മനോഹരമായിട്ട് അവർ അണിഞ്ഞ് അത് അവർക്ക് സംതൃപ്തി ആവണം എന്ന് കരുതുന്ന രണ്ടാൾക്കാരാണ്. സോ അത് എനിക്ക് യാതൊരു സംശയമില്ല. ഡെഫിനറ്റ്ലി എല്ലാവരും അത് അണിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഈവൻ നിത്യചേച്ചി പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് മാളുവിനെ റെഡിയാക്കിയിട്ട് ആസ്വദിക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു അത്രയും ഹാപ്പി ആയിരിക്കും ഇവിടുന്ന് വാങ്ങിയിട്ട് ഇറങ്ങി പോകുമ്പോൾ. അല്ലെങ്കിൽ നിത്യശേഷി ചെയ്ത മേക്കപ്പ് ആയാലും ഐ ഹാവ് സീൻ യുവർ പ്രൊഫൈൽ, അതുകൊണ്ട് പറയാം ദേ ആർ സോ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ്സ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദി ഗുഡ് ലക്ക്, എല്ലാവിധ ആശംസകളും. ഇനിയും ഡെഫിനറ്റ്ലി കൊച്ചിയിലേക്കൊക്കെ വരൂ, ഇമിറ്റേഷൻ ജ്വല്ലറി ആയിട്ട് അവിടെ ആവശ്യമാണ്. അപ്പോൾ കളക്ഷൻസ് കാണാനിരിക്കുക. ആൻഡ് പല നല്ല സ്ഥലങ്ങളിൽ നിന്ന് ജ്വല്ലറി ഇവര് ഓടി എന്താ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ എടുത്ത് ഒരുപാട് തേടി കണ്ടുപിടിച്ച ജ്വല്ലറി ഐറ്റംസ് ആണെന്ന് അറിയാം. ബോംബെ, സൂററ്റ്, ഗുജറാത്ത് ഒക്കെ ആയിട്ടല്ലേ ദി ബെസ്റ്റ് ദേ ഹാവ് ഗോട്ട് ഹിയർ. അപ്പോൾ മനോഹരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സും എല്ലാം കാണാനുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ടത് ഈ സിമ്പിളാണ്, എലിഫന്റ്. അതെന്താണ് ചൂസ് ചെയ്യാൻ കാരണം? നമ്മളുടെ കേരളത്തിൻ്റെയാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരുടെ റോഡിലിറങ്ങി കാണുന്ന പോലെ തന്നെ ആനയെ കാണാൻ ഉള്ളൊരു ഏരിയ ആണ് അല്ലേ, ആനക്കോട്ടയ്ക്ക് അടുത്താണ്. അപ്പൊ അതുകൊണ്ടാണോ ചൂസ് ചെയ്തത്? കേരളത്തിന്റെ ഇപ്പോഴും നമ്മളൊരു അഭിമാന ചിഹ്നമായിട്ടാണ് ഈ ആനയെ കാണുന്നത്. ഒരുപാട് ആനപ്രേമികളുണ്ട്, പക്ഷെ അതിനെ ദ്രോഹിക്കുന്നതിനപ്പുറം നമ്മൾ അതിന്റെ ഒരു സിമ്പിളിലേക്കായിട്ട് ഞാൻ ഒരുപാട് ആനയുടെ എലിഫന്റിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ആഫ്രിക്കൻ എലിഫന്റ് ഉണ്ട്. ഒരുപാട് പൈസ പോയി. ഇപ്പൊ എന്റെ നാട്ടുകാരൻ ജയലാലിനോട് പറഞ്ഞു, അത് ഉത്സവത്തിലൊക്കെ വലിയ കമ്പളമാണ്, ഒറ്റയടിക്ക് അവൻ ചെയ്തു തന്നിട്ടുള്ള എംബിളാണ് ഇത്. ഇൻസ്പയർഡ് ഫ്രം സബ്യസാജി റോയൽ ബംഗാൾ ടൈഗർ. ഐ വാണ്ട് ടു ബിക്കം സബ്യസാജി ഹിയർ ഓണസ്റ്റ്ലി. കേരള സബ്യസാജി എനിക്കും അതാണ് കണ്ടപ്പോ പെട്ടെന്ന് റിമൈൻഡ് ചെയ്തത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഗാംഭീര്യത്തോടുകൂടെ തന്നെ തുടങ്ങി മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദി ഗുഡ് ലക്ക് ചേട്ടാ. നിങ്ങളുടെ പ്യുവർ ഹാർട്ട് ഓഫ് ഗോൾഡ് പോലെ തന്നെ അങ്ങോട്ട് വളർന്ന് ഭയങ്കര പോട്ടെ. താങ്ക് യു.